അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 അധ്യാപകർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി 25-ന്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വാദം പൂർത്തിയായി. തുടർന്നാണ് വിധി പറയുന്നത് 25-ലേക്ക് മാറ്റിയത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ ഡെന്റൽ കോളേജ് പാത്തോളജി വിഭാഗം മുൻ തലവൻ ഡോക്ടർ MK റാം, ഓറൽ പാത്തോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് J. Vimal 25-ന് വിധി പറയുക. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യാഴാഴ്ച കോടതിയിൽ വാദം പൂർത്തിയായി. പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റാരോപിതരായ ഡോക്ടർമാർ മുൻകൂർ ജാമ്യത്തിന് അർഹരല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. നിതിൻ രാജ് മരണപ്പെട്ട ദിവസം സ്റ്റാഫ് റൂമിലും പ്രിൻസിപ്പലിന്റെ മുറിയിലും നടന്ന സംഭവങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ എത്തിച്ചായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തത്. ഇത് സമർത്ഥിക്കാനായി 2 ഓഫീസുകളിലെയും തത്സമയ CCTV ദൃശ്യങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സംഭവ ദിവസം താൻ അവിടെ ഇല്ലായിരുന്നു എന്ന 1-ാം പ്രതിയുടെ വാദവും തെറ്റാണെന്ന CCTV ദൃശ്യങ്ങൾ ഉദ്ധരിച്ച് പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു. റാമിന്റെ ക്രൂരമായ പെരുമാറ്റവും അവഹേളനവുമാണ് നിതിൻ രാജിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ താൻ കർണാടകയിലെ ബജേന്ദ്രി വിഭാഗത്തിൽപ്പെട്ടയാളാണെന്നും അതിനാൽ പ്രസ്തുത വിഭാഗത്തിൽപ്പെട്ട നിതിൻ രാജിനെ ജാതി അധിക്ഷേപം നടത്തിയെന്ന കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ 1-ാം പ്രതിസ്ഥാനത്തുള്ള MK റാം ബോധിപ്പിച്ചത്. നിതിൻ രാജിന്റെ അച്ഛൻ LY രാജനും സഹോദരി ഭർത്താവ് MS അശോകനും കോടതിയിലെത്തിയിരുന്നു. നിതിൻ രാജിന്റെ ബന്ധുക്കൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിനോദ് രാഘവനും പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് V. ജയകൃഷ്ണനും ഹാജരായി. കേസ് നിൽക്കില്ല എന്ന 1-ാം പ്രതിയുടെ വാദം ശരിയല്ലെന്ന് സമർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ പറഞ്ഞു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ രജിസ്റ്റർ ചെയ്ത 1ഉം 2ഉം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദത്തിന് വന്നിട്ടുള്ളത്. ജാമ്യ ഹർജിയിൽ 1-ാം പ്രതിയുടെ വാദം താൻ കർണാടകയിലുള്ള ബജേന്ദ്രി എന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളാണെന്നും അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ ബജേന്ദ്രി എന്ന ജാതി അത് SC അല്ല എന്നും അത് OBC ഗ്രൂപ്പിലാണെന്നും അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്നും നമുക്ക് സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. കോളേജിൽ ചേർന്നത് മുതൽ നിതിൻ രാജ് മാനസികമായി നിരന്തരം പീഡനം ഏറ്റുവാങ്ങിയതായി ബന്ധുക്കളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിനോദ് രാഘവനും പറഞ്ഞു. അതായത് നിതിൻ എന്ന് പറയുന്ന കുട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടി ഹയർ മാർക്കോടുകൂടി +2 പാസ്സായി. എന്നിട്ട് 2 വർഷമാണ് ഒരു മെഡിക്കൽ സീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് എഴുതി അവസാനം ഈ അച്ചീവ്മെൻറ്റ് നേടിയത്. ആ നേടിയത് മുതൽ കുട്ടി ആ കോളേജിൽ കണ്ടിന്യൂസ് ഹരാസ്മെൻ്റ് ആണ്. അതായത് ആ കുട്ടി വന്നത് മുതൽ ഈ കുട്ടിയെ തെരുവ് പട്ടി അങ്ങനെ ആ രീതിയിലാണ് ആ കോളേജിൽ നിന്നും അവമാനം. അതായത് നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് മൂമെൻ്റ് അല്ല, ഇതൊരു തുടക്കം മുതലുള്ള കുട്ടിക്ക് നേരെയുള്ള ആക്രമണമാണ്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച വിധി പറയും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.